ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് നല്ലൊരു സ്പൈസി ആയിട്ടുള്ളൊരു പലഹാരം ഉണ്ടാക്കിയാലോ. ഇത് 4 മണിക്ക് ചായൻ്റെ ഒപ്പം തിന്നാൻ പറ്റിയൊരു സ്നാക്ക് ഐറ്റമാണ്. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് റവ, അരിപ്പൊടിയും പിന്നെ തേങ്ങയും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിൻ്റെ മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, എന്നിട്ട് ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പിനുള്ള ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ്. തേങ്ങ, ഞാനിവിടെ ഒരു 1/2 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ചെറിയുള്ളി, ഞാനിവിടെ ഒരു 8 to 9 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം. അപ്പം നമുക്ക് ഈ 3 ഇൻഗ്രീഡിയൻസ് ജാറിലേക്കിടാം. തേങ്ങ ഇട്ടു, ചെറിയുള്ളി ഇട്ടു, ചെറിയ ജീരകവും കൂടി ആഡ് ചെയ്തു. ഇനി ഇത് ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം, ഇതേപോലെ. എന്നിട്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പിന് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിവിടെ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ആ ഗ്ലാസിൻ്റെ ഹാഫ് പോർഷൻ റവയും ബാക്കി പകുതി അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് അത്യാവശ്യത്തിനുള്ള ഉപ്പും. ഇനി നമുക്ക് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ഒരു ഗ്ലാസ് വെള്ളം ഒരു പാന് ചൂടാക്കി അതിലേക്ക് ഒഴിക്കാം. ഇനി അതിലേക്ക് അത്യാവശ്യത്തിനുള്ള ഉപ്പും ആഡ് ചെയ്യാം. വെള്ളം ബോയിലായി വരുന്നുണ്ട്. ആ ടൈമിൽ നമ്മൾ നേരത്തെ ഗ്രൈൻഡ് ചെയ്ത് വെച്ച തേങ്ങേൻ്റെ മിക്സ്ചർ ഇതിലേക്ക് ഇട്ടുകൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ നമ്മൾ നേരത്തെ 1/2 ഗ്ലാസ് അരിപ്പൊടിയും 1/2 ഗ്ലാസ് റവയും എടുത്ത് വെച്ചത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. വെള്ളം ഏകദേശം വറ്റണ വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഒരു നേരി ചൂടുണ്ട്. ഒരു നേരി ചൂടോട് കൂടെ തന്നെ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇതൊന്ന് പരത്തിയെടുക്കുക എന്നാണ്. ആദ്യം നമുക്ക് കൈ കൊണ്ട് ഒന്ന് മെല്ലെ പ്രസ് ചെയ്ത ശേഷം പിന്നെ ഇതൊന്ന് നീളത്തിൽ പരത്തിയെടുക്കാം. ഈ ഒരു വലുപ്പത്തിൽ പരത്തിയെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇത് നൈസായിട്ട് പരത്തിയെടുക്കരുത്, അത്യാവശ്യത്തിന് കട്ടി വേണം. നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾ ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു റെക്റ്റാങ്കുലർ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇതൊരു കോട്ടിങ്ങിൽ മിക്സ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ കോട്ടിങ്ങിന് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്നുള്ളത് നോക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും പിന്നെ 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകവും ഏലക്കായും പൊടിച്ചതൊന്ന് ഇട്ടുകൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് വെളിച്ചെണ്ണ യൂസ് ചെയ്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമ്മൾ ഉപ്പ് ആഡ് ചെയ്യുന്നില്ല, കാരണം നമ്മൾ ആദ്യം തന്നെ മാവിലേക്ക് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി കിട്ടുന്നത് വരെ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ പൊടികളൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇതൊന്ന് കോട്ട് ചെയ്തെടുക്കുക എന്നാണ്. നമുക്ക് 1 by 1 കോട്ട് ചെയ്തെടുക്കാം. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്പൈസി സ്നാക്കാണ്. അങ്ങനെ ബാക്കിയുള്ള എല്ലാം നമുക്ക് കോട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിനായിട്ടൊരു പാന് ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇത് ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നമുക്ക് ജസ്റ്റ് ഒരു ഷാലോ ഫ്രൈ ചെയ്തിട്ട് വേഗം എടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ടുകൊടുക്കാം. ഇത് ഒരു സൈഡ് ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ ഫ്ലിപ്പ് ചെയ്ത് മറ്റേ സൈഡും കൂടിയും ഫ്രൈ ചെയ്ത് വേഗം പാനിൽ നിന്ന് മാറ്റി വെക്കാം. അങ്ങനെ നമ്മുടെ സ്പൈസി ആയിട്ടുള്ള സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് 4 മണിക്ക് ചായക്കെല്ലാം നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇനി ചായക്ക്
പുതിയൊരു ഐറ്റം എന്താ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് കൺഫ്യൂഷൻ വേണ്ട. ഈ ഒരു ഐറ്റം ഒന്ന് ഉണ്ടാക്കി നോക്ക്. മറക്കാതെ എന്നെ ഫീഡ്ബാക്സും അറിയിക്കണം. അപ്പോൾ ഇനി വേറൊരു ഐറ്റവുമായി അടുത്ത വീഡിയോയിൽ. താങ്ക് യു.